ഇപ്പോൾ അനുവിനെ കാണുന്ന ഇപ്പോൾ എന്താണ്, ഒന്ന് 16 ലക്ഷത്തിൻ്റെ PR കൊടുത്ത് വന്നവൾ. അനുവിൻ്റെ PR ഭയങ്കര ടോക്സിക്കും, മറ്റുള്ള ആൾക്കാരെ സൈബർ ബുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്ന, മറ്റുള്ള ഫാമിലീസിനെ അറ്റാക്ക് ചെയ്യുന്ന PR. ഒരിക്കലും ഒരു PR അങ്ങനെയല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അനുവിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. വേറൊരു ഫാമിലിനെ പോയി അറ്റാക്ക് ചെയ്യുക, ഫാമിലിയിൽ പോയി ഇത് ചെയ്യുക. അത് ബിക്കോസ് ഞാൻ അതാ പറഞ്ഞു, അവർക്ക് വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. അത് ആരൊക്കെ ചെയ്യുന്നു അത് കൃത്യമായിട്ട് ഞാൻ കൊണ്ടുവരും. ഇപ്പോൾ ഒരു പ്രോപ്പർ PR വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ വിന്നർ ആകാൻ ചാൻസ് ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആര്യനായിരുന്നു. ആര്യൻ്റെ എവിക്ഷൻ അതൊരു ആര്യൻ്റെ എഫിക്ഷൻ ഞാനും പ്രതീക്ഷിച്ചില്ല. കാരണം ആര്യൻ അവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്, കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, ബാഡായിട്ടുണ്ട്, ഗുഡായിട്ടുണ്ട്, ഹീറോ ആയിട്ടുണ്ട്, കൊമഡിയൻ ആയിട്ടുണ്ട്, എൻ്റർടൈനർ ആയിട്ടുണ്ട്. സോ ആര്യൻ ഒരു കംപ്ലീറ്റ് ബിഗ് ബോസ് പാക്കേജ് ആയിരുന്നു. അതേപോലെ തന്നെ നെവിൻ നല്ലൊരു ബിഗ് ബോസ് പാക്കേജാണ്. ആദില നല്ല ഗെയിമറാണ്. ഇങ്ങനെ കുറച്ച് ഇത് ചെയ്യുന്നത് അത് ഗെയിം ആയിട്ടാണെങ്കിൽ ആദില ഈസ് എ ഗുഡ് ഗെയിമർ. അനു ഭയങ്കര നല്ലൊരു സർവൈവറാണ്. എൻഡ് ഓഫ് ദ ഡേ ഈ സർവൈവറെ ജയിക്കത്തുള്ളൂ. അതായത് നമ്മൾ സർവൈവ് ചെയ്യുന്ന, നമുക്ക് കുറച്ച് ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ചലഞ്ചസ് ഫേസ് ചെയ്ത് അതിന് ഓവർകം ചെയ്ത്, ഇപ്പം ഞാൻ ഇപ്പോഴും നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, അനു ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ക്രൗഡ് അതിന് ഉത്തരം തരും. മനസ്സിലായോ? അത്രയും ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട്. അല്ലാതെ ഒരു PR ബലത്തിലോ PR വോട്ടിലോ ഒരാളും ജയിക്കില്ല. ആ ക്രൗഡ് ജയിപ്പിച്ച് ചെയ്യുവാണ് അത് നിങ്ങൾക്ക് ഫിനാലെ, ഞായറാഴ്ച ഫിനാലെ കഴിഞ്ഞ് തിങ്കളാഴ്ച അനു ഇറങ്ങുന്ന എയർപോർട്ടിൽ ആ ഉത്തരം ഉണ്ടാവും. അന്ന് നിങ്ങളെല്ലാവരും PR ബലത്തിലല്ല അനു ജയിച്ചതെന്ന് നിങ്ങൾ മാറ്റി പറയും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇപ്പോൾ ഒരു PR വർക്ക് ഇല്ലെങ്കിലും വിന്നറാകാൻ സാധ്യതയുണ്ടോ? PR വർക്ക് ഇല്ലെങ്കിലും വിന്നറാകാൻ സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കണ്ടൻറ്റ് പ്രോപ്പറായിട്ട് പുറത്ത് വരണം. നമ്മുടെ കണ്ടൻറ്റ് പുറത്ത് വരുന്നുണ്ടില്ലോ നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ ചത്ത് കണ്ടൻറ്റ് ഉണ്ടായിക്കോട്ടെ, അത് വരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനോട് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞാൽ മാത്രമാണ് എനിക്കൊരു ഫാൻ ബേസ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ ഗുഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ബാഡായിട്ട് പ്രൊജക്റ്റ് ആവുന്നുണ്ടോ, ഞാൻ ബാഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഗുഡായിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടസ്റ്റന്റ് അറിയാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഗുഡ് ഓർ ബാഡ് എന്നുള്ളത് സബ്ജക്റ്റീവാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എങ്ങനെ ആൾക്കാർ എടുക്കണം എന്നുള്ളത് സബ്ജക്റ്റീവാണ്. ഞാൻ പറയാം, അനിമോള് ഭയങ്കര വലിയ ഗെയിമറായിട്ടല്ല ഇപ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. അനിമോളെ പുറത്തും അകത്തും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ സപ്പോർട്ട് കിട്ടുന്നത്. കാരണം നമുക്ക് അനിമോളുടെ പേജിലുള്ള മെസ്സേജുകളൊന്നും ലൈവ് കാണാൻ പേടിയാവുന്നു. അനിമോളെ വാ, അനിമോളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അനിമോള് പോകുമ്പോൾ പേടിയാണ്, അവരെന്താണ് ഈ അടുത്ത അനിമോളോട് ചെയ്യാൻ പോണേന്ന്. അങ്ങനെയൊക്കെയാണ് നമുക്ക് റിപ്ലൈ വരുന്നത്, മെസ്സേജസ് വരുന്നത്. സോ ആൾക്കാർ കൺസേൺഡ് ആണ്. അനിമോൾ അത്രയും അനിമോളുടെ ഫാമിലിയോ ഞാനോ എല്ലാവരും ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ് അനിമോൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം ആദ്യം ദിവസം തൊട്ട് ആ പെണ്ണ് അനുഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു വിന്നറാണ്. ഗെയിം കളിച്ചാലും ഇല്ലെങ്കിലും, ഒരു ടാസ്ക് വിൻ ചെയ്തില്ലെങ്കിലും അവിടെ സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ സർവൈവർ വിൻ ചെയ്യും. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഈ വോട്ട് മറിക്കൽ, വോട്ട് മാനിപ്പുലേറ്റ്, ശരിക്കും ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? അത് വോട്ട് മറിക്കലല്ല. അതായത് ഞാൻ അവിടെ ഉള്ളൊരു കണ്ടസ്റ്റൻറ്റ്, എനിക്ക് അത്ര ജനസമ്മതി ഇല്ല, പക്ഷെ എനിക്ക് ഈ ആഴ്ച പോകണ്ട, ചിലപ്പോൾ ജനങ്ങളിലേക്ക് എൻ്റെ ആ കണ്ടന്റ് എത്താത്തതുകൊണ്ടോ എനിക്ക് ചിലപ്പോൾ ഒരാഴ്ച എക്സ്ട്രാ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. അതായത് ഇപ്പോൾ നമ്മൾ വോട്ട് ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്ന പോലെ ആ ഇനീഷ്യൽ സമയത്ത് നമ്മൾക്ക് അവിടെ നിലനിന്ന് പോകാൻ അത് എല്ലാവരുടെ അവകാശമാണ്. എനിക്കിവിടെ ഒരാഴ്ച കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തെറ്റ്. ആദ്യത്തെ ആഴ്ച ഔട്ട് ആവണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളവിടെ നിലനിർത്താൻ വേണ്ടി ആവശ്യമുണ്ടെങ്കിൽ, അതായത് എല്ലാവരും ജോലി എടുക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഒരാൾ 100 വോട്ട് പിടിച്ചിരുന്ന ഒരാൾ ഫ്രീ ആയിട്ട് പിടിച്ചുതരും. അയാൾ റോട്ടിലിറങ്ങി 100 പേരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ അയാൾ വിളിച്ച് 100 പേരെ ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കോൺടാക്ട് ചെയ്ത് 100 പേരെ വിളിച്ച് ഇത് ചെയ്യണം. ആ സമയത്ത് നമ്മളൊരു 10 പേർക്ക് ഒരു 2000-3000 കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. അത് അയാളെ നിലനിർത്താൻ വേണ്ടിയാണ്. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്കൊരു വർക്ക് തരികയാണ്, ഇന്ന ആളെ ഒരാഴ്ച നിലനിർത്തണം. ആ വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് പറ്റത്തുള്ളൂ. ഞാൻ ചെയ്തില്ലെങ്കിൽ വേറെ ആൾ ചെയ്യും, അല്ലേ? അപ്പോൾ ഇത് ഞാൻ പക്ഷേ വോട്ട് കയറ്റി കൊടുക്കുന്നത്, വോട്ട് മറിച്ചു കൊടുക്കുന്ന പരിപാടി എനിക്കില്ല. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിലും മുമ്പത്തെ സീസണിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ പേരടക്കം ഞാൻ പറഞ്ഞാണ്, വീണ്ടും അത് പറയുന്നില്ല. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് അവർ വോട്ട് മറിച്ച് തരും നമുക്ക് ക്രൂഷ്യൽ ടൈമിലൊക്കെ. പക്ഷെ അത് മാക്സിമം 2000-3000 വോട്ട്. അതിൽ കൂടുതൽ വോട്ടിലൊന്നും നമുക്ക് ഒരാളെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? എങ്ങനെയാണ് വോട്ട് മറിക്കുക? ഇപ്പോൾ ഇന്നലെ തന്നെ സായി പറഞ്ഞു, അനിമോളുടെ ചേച്ചി മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഇത് ചെയ്യുന്നു, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൽ 2 കാര്യങ്ങൾ ക്ലിയറായി. പബ്ലിക് പറയുന്ന പോലെ 16 ലക്ഷം രൂപ PR ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് അത്ര രൂപയ്ക്ക് വോട്ട് മറിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ല. അവരുടെ നാട്ടിൽ
ഏറ്റവും ക്രൗഡ് വരുന്ന സ്ഥലത്ത് അവർ പോയി നിന്നു. അവർ ഹോസ്പിറ്റലിൽ അകത്ത് പോലുമല്ല പോയത്, പുറത്ത് നിന്നിട്ട് വരുന്ന ആൾക്കാർ ബൈസ്റ്റാൻഡേഴ്സും അവരെ പരിചയമുള്ള ആൾക്കാരുണ്ടാവും, അവരെ വന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ടാവും, അനുവിൻ്റെ ചേച്ചിയല്ലേ എന്നൊക്കെ വന്ന് സെൽഫി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് വോട്ട് ചെയ്യുമോ നമുക്ക് ആരും ഫോൺ തട്ടിപ്പറിച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അവിടെ റിക്വസ്റ്റ് ചെയ്യാം, ഒന്ന് വോട്ട് ചെയ്യുമോ, വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് തെറ്റ്. കൂടിപ്പോൾ എത്ര വോട്ട് കിട്ടും, 100-200, അത് അവരവിടെ നിന്ന് ചെയ്യുന്നത് അവരുടെ അനിയത്തിക്ക് വേണ്ടിയാണ്. അതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ ചെയ്യും. ഇപ്പോൾ മെട്രോയിൽ, ഇപ്പോൾ നിങ്ങൾ എടപ്പള്ളി മെട്രോയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വോട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടസ്റ്റിൻ്റെ പേര് പറയുന്നില്ല. ലുലു മാളിൽ ഫോറം മാളിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വോട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട്. തൃശ്ശൂരുള്ള ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും വോട്ട് റെഡിയാക്കി വെച്ച ആളുണ്ട്. കൊല്ലം, തിരുവനന്തപുരം, നമ്മൾ ഓൾറെഡി അനുവിൻ്റെ ചേച്ചി ഇതുപോലെ ഒരു കോളേജിൽ പോയപ്പോഴേക്കും ഇങ്ങനെ വോട്ടിന് വേണ്ടി ഇങ്ങനെ കോളേജിൽ പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സിനോട് ഇവിടെ കളക്ട് ചെയ്യാൻ വന്നപ്പോഴത്തേക്കും ഇന്ന ആളുടെ ആൾക്കാർ വന്ന് പോയതേ ഉള്ളൂ എന്ന് പറയുന്നത്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അത് മോശമല്ല. ഇപ്പോൾ അനീഷിൻ്റെ ആൾക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്, അക്ബറിൻ്റെ ആൾക്കാർ വോട്ട് പിടിക്കുന്നുണ്ട്, GCC വോട്ട്സ്, അവിടുത്തെ വോട്ട്സ്, ഇവിടുത്തെ വോട്ട്സ്, മതപരമായ വോട്ട്സ്, ജാതീയപരമായ വോട്ട്സ്. അപ്പോൾ ഇതെല്ലാം ഒരു വോട്ട് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാണ്, വോട്ട് ചെയ്യും ഇന്ന ആൾക്ക് വേണ്ടി എന്നുള്ളത്. അതിനെന്താ തെറ്റെന്താ? ജയിപ്പിക്കാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അവിടെ സർവേ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ അത് അങ്ങനത്തെ പലതും നടക്കും. പക്ഷെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എങ്ങനെയാണ് ഒരാൾക്ക് ഒരു വോട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. 10-20 വോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെ, നമുക്കൊരു 10 വരെ പർച്ചേസ് ചെയ്ത് ഇത്രയും കിട്ടും. പക്ഷേ ഭയങ്കര പാടാണ് അത്ര ആൾക്കാർ. ഇപ്പോൾ ഞാൻ തന്നെ, നിങ്ങൾ 3 പേരുണ്ട്, 3 പേരോട് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ? നിങ്ങളൊരാൾ പറയും ഞാൻ വോട്ട് ചെയ്യാറില്ല എന്ന് പറയും, ഒരാൾ പറയും ഞാൻ ഓൾറെഡി വേറെ ആൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയും, ഒരാൾ പറയും ഞാൻ വേറൊരാൾ പറയുന്നതനുസരിച്ച് റിക്വസ്റ്റ് അനുസരിച്ചും വോട്ട് ചെയ്യാൻ മാത്രം സെൽഫ് എസ്റ്റീം കുറഞ്ഞ ആളാണോ? മനസ്സിലായോ? അപ്പം ഇത് ഭയങ്കര പാടാണ്. അത്ര സമയം നഷ്ടമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരോട്, നമ്മൾ എന്തിനാ അങ്ങനെ സമയം ഇതാകണം. അനുവിൻ്റെ പേജിൽ ചുമ്മാ ഇരുന്നാൽ മതി, ചുമ്മാ പോയിട്ട് എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് വോട്ട് ചെയ്തോ എന്ന് ചോദിച്ചാൽ മതി. നമുക്ക് ഡെയിലി 10,000 കണക്കിനോ ലക്ഷക്കണക്കിനോ വോട്ടുകൾ അതിന് കിട്ടാം. പക്ഷെ അവർ ഇങ്ങനെ നാട്ടിൻപുറത്ത് ഇറങ്ങി അവരങ്ങനെയാണ്. അവരുടെ അച്ഛൻ രാവിലെ ഇങ്ങനെ കവലയിൽ പോയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അത് അവരുടെ ഒരു സിസ്റ്റമാണ്. അവർ ഈ കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് കാലും കയറ്റി ഇരുന്നാൽ മതി. ഇപ്പം ഞാൻ പോലും ഇപ്പോൾ ഇറങ്ങി വോട്ട് പിടിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ എന്താണ് ജയിപ്പിക്കേണ്ടത് നമുക്ക്. പിന്നെ എനിക്ക് ക്ലാരിഫൈ ചെയ്യണം കേട്ടോ, ഈ ഇന്റർവ്യൂ PR ആണോ? അല്ലല്ലോ, എന്നെ വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. എന്നെ എന്തിനാ വിളിച്ചത്? ഇങ്ങനെ കുറച്ച് അഭ്യൂഹങ്ങളുള്ളതുകൊണ്ടല്ലേ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇതും PR ആണ്, അത് വേറെ രീതിയിൽ അത് വരും. ഇപ്പം തിരിച്ചു കയറിയ കണ്ടസ്റ്റൻസ് എല്ലാം അനുമോളെ ടാർഗറ്റ് ചെയ്ത പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പം അവർക്കുള്ളത് എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവർ പറയുന്നത്, അപ്പാന് ശരത്ത് പറയുന്നുണ്ടായിരുന്നു, തിരിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ, പുറത്തുള്ള കാര്യങ്ങൾ അറിയില്ല. അതായത് നമ്മുടെ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്, അവരെങ്ങനെ പ്രതികരിക്കും നമുക്ക് അറിയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിരുന്നു. ഈ ആൾക്കാർ ടോക്സിക് ആവുന്നതും അല്ലാത്ത ആ ഷോൻ്റെ ഒരു ഭാഗമാണ്. ആ ഷോ തന്നെ ടോക്സിക് ആയിട്ടുള്ള ഷോയാണ്. ബിഗ് ബോസ് ഷോ ഒരു ടോക്സിക് ഷോയാണ്. ടോക്സിസിറ്റി മാത്രമുള്ള ആ ഷോയിൽ ഒരു PR ആണോ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഒരു എവിക്റ്റഡ് ആയിട്ട് കണ്ടസ്റ്റന്റിനെ പോയി അറ്റാക്ക് ചെയ്യാൻ പറയുന്ന ഒരു PR-ഉം പറയത്തില്ല. ഒന്നാമത്തെ കാര്യം, അനുമോൾക്ക് വരുന്ന നെഗറ്റീവ് പോലും കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അത്രയും നെഗറ്റീവ്സ് അത്രയും നമ്മൾ പോസ്റ്റ് ചെയ്ത് ഒരു 50 ദിവസം നമ്മൾ ഇത് തന്നെയാണ് പോസ്റ്റ്, അനുമോൾക്കെതിരെ വരുന്ന സൈബർ അറ്റാക്ക്. ഇത് നമ്മൾ ആരാ ക്ലെയിം ചെയ്യും? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് വന്നത് മസ്താനിക്കാണ്. മസ്താനീനെ സൈബർ അറ്റാക്ക് ചെയ്തത് അനുമോളാണോ? അനുമോളുടെ ആൾക്കാരാണോ? അനുമോൾ മസ്താനായിട്ട് ഒരു റിലേഷനും ഇല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ആരെ ക്ലെയിം ചെയ്യണം, ആരെ ബ്ലെയിം ചെയ്യണം? മസ്താനീനെ സൈബർ അറ്റാക്ക് ചെയ്ത് ആരാണ്? അത് ഞാൻ പറയുകയാണ്, അത് അക്ബറിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ആര്യൻ്റെ ആൾക്കാരാണ്, അപ്പാനിയുടെ ആൾക്കാരാണ്. നമ്മൾ അവിടെയും പറയുന്നില്ല, ആരും പറയുന്നില്ല, മസ്താനിയും പറയുന്നില്ല. മസ്താനി ആ സൈബർ അറ്റാക്ക് ഫേസ് ചെയ്തു, മസ്താനിയുടെ വിചാരിച്ചുകൊണ്ടിരിക്കും. കാരണം നല്ല ട്രോമ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ആരാ ചെയ്യുന്നത്? അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അതും ചിലപ്പോൾ അനുമോളുടെ ആൾക്കാരാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വരുത്തും. കാരണം എനിക്ക് മനസ്സിലാകുന്നത്, കാരണം ഇല്ലോജിക്കലായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണുന്നതിനാണ് നമ്മൾ സത്യമെന്ന് വിശ്വസിക്കുന്നത്. ഞാൻ കാണുന്നത് അനുമോൾക്കെതിരെ വരുന്ന ഡീഗ്രേഡിങ് കമൻസാണ് എല്ലാ പ്രൊമോയിലും. ഇതിൽ അനുമോളുടെ ഫാൻസ്, ഇപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ എനിക്കൊരു ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ അനുമോളുടെ ഫാൻ എന്ന് പറഞ്ഞിട്ട് വേറെ ആൾക്കാരെ പോയി ചീത്ത വിളിക്കാം. അതിൻ്റെ അർത്ഥം അയാൾ അനുമോളുടെ ഫാനാണെന്നല്ല. അയാളുടെ ഉദ്ദേശം വേറൊരാളെ പോയി ചീത്ത വിളിക്കാമെന്ന് മാത്രമാണ്. ബിക്കോസ് അങ്ങനെ കുറേ ആൾക്കാരുണ്ട്, കുറേ നമ്മൾ തമാശയ്ക്ക് കമൻറ്റോളികൾ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഈ ക്രീപ്പായിട്ട് കമൻറ്റ് ചെയ്യുന്ന, വേറൊരാളെ ഡീപ്ലി ഹേർട്ട് ചെയ്യുന്ന. അത് അവരുടെ ഉദ്ദേശം അനുമോളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കില്ല. പക്ഷേ ഞാൻ പറയുന്നത്, അനുമോളുടെ ഫാൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അങ്ങനെ ചെയ്യരുത്. ഒരാളെ നമ്മൾ സൈബർ ബുള്ളിങ് ചെയ്യരുത്, സൈബർ അറ്റാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരാൾ മോശം പറയരുത്. ഇതൊരു ഗെയിം ഷോ ആണ്. ഹെൽത്തി ഡിസ്കഷൻസ് എപ്പോഴും നല്ലതാണ്. ഹെൽത്തി ഡിസ്കഷൻ എപ്പോഴും ഒരു ട്രോള് അതിൻ്റെ മുകളിലൊരു ബിലോ ദ ബെൽറ്റ് പോകുന്നത് എപ്പോഴും റോങ് ആയിട്ടുള്ള സാധനമാണ്.
അത് ഞാൻ കണ്ടിട്ടില്ല അനിമോളുടെ ഫാൻസ് ചെയ്യുന്നത്. ഞാൻ ഗ്രൂപ്പ് മാനേജ് ചെയ്യുന്നുണ്ട്, അനിമോളുടെ പേജ് മാനേജ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ അതുപോലത്തെ റോങ് സാധനങ്ങൾ, ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പ് പബ്ലിക് ഗ്രൂപ്പാണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരാൾ വന്ന് ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ വേറെ കണ്ടസ്റ്റൻ്റ് പറഞ്ഞ് ചീത്ത വിളിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ അത് കാണാം, വിസിബിൾ ആവാം. ഞാൻ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ട് അവരെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ അഡ്മിൻസ് അത്യാവശ്യം വർക്കിംഗ് ആണ്, എല്ലാവരും നോക്കിയിരിക്കുന്നുണ്ട്, ആരെങ്കിലും നെഗറ്റീവ് ഇടുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ ഗ്രൂപ്പ് ഞാൻ റെഡി ടു ചാലഞ്ച്, ഞാൻ ഓപ്പൺ ആക്കി തരാം. അതിൽ ഏതെങ്കിലും കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സമ്മതിക്കാം, ഞാൻ ഇന്ന ആളെ ഡിഫൈൻ ചെയ്യുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു പരിപാടിയും നടക്കുന്നില്ല, അങ്ങനെ ഒരു പരിപാടി നടത്താനും സമ്മതിക്കത്തില്ല. നമ്മൾ മാക്സിമം, നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ കോമഡിയാണ്, അനിമോൾക്കെതിരെ പോസിറ്റീവ് കമൻറ്റ് ഇടാൻ പറഞ്ഞാൽ പോലും ഇടാൻ ആളില്ല. റിയാലിറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതിനൊന്നും ആർക്കും ടൈമില്ല. ആൾക്കാർ എല്ലാവരുടെ വിചാരം ആൾക്കാർ ഇത് ഡെഡിക്കേറ്റഡ് ഇരിക്കുകയാണ്. നെഗറ്റീവ് കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ട്, പോസിറ്റീവ് കമൻറ്റ് ഇടാൻ ആൾക്കാരുണ്ടാവില്ല.